നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. രേണു സുധിയാണ് വിഷയം. ഇന്ന് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരിലൂടെ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങൾ വിവരം അറിഞ്ഞിട്ടുണ്ടായിരിക്കും. രേണു സുധിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂസ് പുറത്ത് വരുന്നുണ്ട്. കുറച്ച് വോയിസൊക്കെ വന്നിട്ടുണ്ട്. അത് പുറത്ത് വിട്ടിട്ടുള്ളത് ഷെഫീന ബീവിയുടെ ചാനലിലൂടെയാണ്. പക്ഷേ ആ വീഡിയോസ് കണ്ടപ്പോൾ ആ ഒരു വീഡിയോ വോയിസ് കേട്ട സമയത്ത് മനസ്സിലാവുന്നത് ഈ വിവരം പല ആൾക്കാരും അറിഞ്ഞിട്ടുണ്ട്. രേണു സുധിക്ക് അഗെയിൻസ്റ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്ന പല ആൾക്കാരും ഈ വിഷയം അറിഞ്ഞിട്ടും അവർ മിണ്ടാതിരിക്കുകയാണ് മിണ്ടാതിരുന്ന് വീണ്ടും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു വിവരം എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ്. ഞാൻ ഏപ്രിൽ 5-ാം തീയതിയാണ് ഇതിന് മുന്നേ രേണുവിനെ കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഈ വിഷയത്തിൽ വീഡിയോസ് ചെയ്തിട്ടില്ല. ആ വീഡിയോയ്ക്ക് ഏകദേശം 1 ലക്ഷം പേര് കണ്ടു. പക്ഷേ എന്നിട്ട് കൂടി അതിനുശേഷം ഞാൻ ചെയ്ത വീഡിയോസിനൊക്കെ ഒരു പക്ഷേ ചിലപ്പോൾ ആ വീഡിയോസ് ഒന്നും ഡിസർവ് ചെയ്യുന്ന രീതിയിലുള്ള റിവ്യൂസ് ഇല്ലാണ്ട് കൂടി വീണ്ടും ഞാൻ രേണു എന്ന് പറഞ്ഞുള്ള ടോപ്പിക്കിലേക്ക് ഞാൻ പോയിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിരുന്നു, എല്ലാ പ്രാവശ്യം പറയുന്നതാണ്, അവർ സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കാൻ നോക്കുന്ന ആളാണ്, മനഃപൂർവ്വം കോൺട്രവേഴ്സീസ് ഉണ്ടാക്കുന്നതാണ്. അത് നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്തിട്ട് കാണുന്ന ആൾക്കാരെ നിങ്ങളെ വെറുതെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ വളരെ മോശമായിട്ടുള്ള തംബ്നെയിലും ക്യാപ്ഷനും ഇട്ടിട്ട് അവർക്ക് തന്നെ മൈലേജ് ഉണ്ടാക്കി കൊടുക്കണ്ട എന്ന് ഞാൻ തീരുമാനിച്ചൊരു കേസ് കൊണ്ടുണ്ടോ ഞാൻ ഈ പറഞ്ഞ വിഷയങ്ങളിൽ രേണുവിൻ്റെ വിഷയത്തിൽ വീണ്ടും വീഡിയോസ് ചെയ്യാതിരുന്നത്. പല ആൾക്കാർക്കും പല ന്യായീകരണങ്ങളുണ്ടായിരിക്കും. ഞാൻ എൻ്റെ ഒരു കാര്യം പറഞ്ഞു എന്നുള്ളൂ കേട്ടോ. എന്തായാലും ഇന്ന് ഇങ്ങനെ ഒരു ന്യൂസ് വരുന്ന സമയത്തെ ഞാനിന്ന് ഓരോരുത്തരോട് ഇതിനെക്കുറിച്ച് സംസാരിച്ച സമയത്ത് തന്നെ പറഞ്ഞത്, ഇങ്ങനൊരു കാര്യം ഏതൊരു മനുഷ്യന് വന്നു കഴിഞ്ഞാലും അയാളത് പുറത്ത് പറയണോ പറയണ്ടോ എന്നുള്ളത് വേറെ ഓരോരുത്തരുടെ ഇഷ്ടം. ഇപ്പോൾ നമ്മളെ തന്നെ പരിചയത്തിൽ പല ആൾക്കാർക്കും നമുക്കാണെങ്കിലും പല പ്രശ്നങ്ങളുണ്ടായിരിക്കും, രോഗാവസ്ഥകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ എത്ര ആൾക്കാരോടത് പറയും? നമുക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹം താല്പര്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ പറയില്ലല്ലോ അല്ലേ? പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ സോ കോൾഡ് സെലിബ്രിറ്റി വ്ളോഗൊക്കെ ആയിട്ട് നടക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇങ്ങനത്തെ രേണുവിനെ പോലെ ഒരു വ്യക്തി, ഒരു സെലിബ്രിറ്റി അല്ലേ, സെലിബ്രിറ്റി മാത്രമല്ല സോഷ്യൽ മീഡിയ കൊണ്ട് വളർന്നു വലുതായിട്ടുള്ള വ്യക്തി. അപ്പോൾ ആ ക്രെഡിറ്റ് കംപ്ലീറ്റ് സോഷ്യൽ മീഡിയയ്ക്കും കാണുന്ന ആൾക്കാർക്കും കൊടുത്തുകൊണ്ട് ഉള്ളൊരു വ്യക്തി. അവരുടെ ലൈഫിൽ ഇങ്ങനെ ഒരു സംഭവം സംഭവിച്ചു കഴിഞ്ഞാൽ അവരിത് പുറത്ത് പറയാൻ ബാധ്യസ്ഥയാണ് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും ആൾക്കാർ പറയുക. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പല സ്ഥലങ്ങളിലും ഉള്ള ചർച്ചയിൽ ഞാൻ കണ്ടു, അവർ പ്രൂഫ് കൊണ്ടുവരട്ടെ എന്നാലേ വിശ്വസിക്കുള്ളൂ. അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ളൊരു സംഭവം ഒരു സ്ത്രീക്ക് വന്നിട്ട് അവരതിന് പ്രൂഫ് കൊണ്ടുവരട്ടെ എന്ന് പറയുന്ന രീതിയിലേക്ക് ആയതിനുള്ള ഒരു ഉത്തരവാദി രേണുവും കൂടിയാണ്. പക്ഷെ ഇത് പറയുന്നവൻ്റെ ഒരു മാനസികാവസ്ഥ ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നുണ്ട്. ആയിക്കോട്ടെ, ഇനിയിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറയേണ്ടത് രേണു സുധി തന്നെയാണ്. ഓക്കെ, എന്തായാലും ഇങ്ങനൊരു വിഷയം വന്ന സമയത്ത് വളരെ പ്രോമിനൻ്റ് ആയിട്ട് വരും എന്ന് കരുതിയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ മനസ്സിൽ കണ്ടിട്ടുള്ളൊരു കമൻറ്റ് ഞാൻ വായിക്കാം. ഏത് അവയവം കൊണ്ടാണോ നമ്മൾ തെറ്റ് ചെയ്യുന്നത് ആ അവയവം ഈ ജന്മത്തിൽ തന്നെ നമ്മളിൽ നിന്നും ദൈവം എടുത്തു മാറ്റും. വിശ്വസിക്കുന്നുവോ? ആൽവിൻ വർഗീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയുടെ കമൻറ്റാണ്. ശത്രുക്കൾക്ക് പോലും ഇങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഷടാന്ന് പറഞ്ഞ സ്ഥാനത്ത് എഴുതുന്ന കമൻറ്റുകളുടെ ഈ വ്യക്തി ആൽവിൻ, നിങ്ങളെ നിലവാരം ജസ്റ്റ് ഒരു മനുഷ്യനാണോ എന്ന് ചോദിക്കുന്നില്ല. മനുഷ്യത്വത്തിന് എപ്പോഴും ഒരു പടി മുകളിൽ സ്ഥാനമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അവൾ നമ്പർ 1 കള്ളിയാണ്, അവൾ ഇതും ഇതിലപ്പുറവും പറയും. ഇനി ഈ പേരിൽ കുറച്ച് പണം ഉണ്ടാക്കാനുള്ള ഐഡിയ ആവാം, കാരണം അവളുടെ ഇതുവരെയുള്ള പ്രവൃത്തി കണ്ടതല്ലേ. കുറച്ച് മുന്നേ രേണു സുധി ഒരു സ്റ്റോറി ഇട്ടിരുന്നു, ഫൈറ്ററാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ അതിൻ്റെ ക്യാപ്ഷൻ റിമൂവ് ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ ഫോട്ടോ മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസം മുന്നേ ഞാൻ ഓർക്കുന്നു, ഈ ഒരു വിഷയം ആദ്യം ചെറുതായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ സംശയം പോലെ, സോഷ്യൽ മീഡിയയിലല്ല കുറച്ച് ക്ലോസ് സർക്കിൾസിൽ സംസാരിച്ച സമയത്ത് രേണുവിൻ്റെ ഒരു സ്റ്റോറിയിൽ രേണു പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്കെതിരെ സംസാരിക്കില്ല എന്നുള്ളത്. ഞാൻ ആ വീഡിയോ കണ്ട സമയത്ത് തന്നെ ഞാൻ വീട്ടിൽ ഡിസ്കസ് ചെയ്തു. ഇവരുടെ ഈ അവസ്ഥ, ഞാനിപ്പോൾ ആ ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ആ ഒരു അവസ്ഥ പുറത്ത് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ വരെ ജനം പരിഹസിക്കും. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് അവരുള്ളത്. അല്ലെങ്കിൽ അവരെ തന്നെ സ്വയം കൊണ്ടെത്തിച്ചിട്ടുള്ളത്. സുധി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡ് ലേബലിൽ വന്ന് അത് ഒരു ഭാരമായി മാറി. അതിന് അങ്ങനെ എന്താ പറയുക, ഇനിയിപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, രേണു സുധി ഈ ചാനലിൻ്റെ ഐശ്വര്യം എന്ന് പറഞ്ഞിട്ട് രേണു സുധിയുടെ കോണ്ടൻറ്റ് മാത്രം ഇട്ട് അരി വാങ്ങി ജീവിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞ വിവീനോ, രാജേട്ടൻ, പിന്നെ ഷെഫീന, അതുലിനെയും കൂടെ അല്ല പറയുന്നത്. ഇതിലൊക്കെ രേണുവിനെതിരെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുലിനെയും കൂടെ അല്ല പറയുന്നത് ഞാൻ. ചില ആൾക്കാരുണ്ട്, അവരുടെ ചാനൽ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വേറെ ഒരു ടോപ്പിക്കും ഇല്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു വീഡിയോ ആയിട്ട് അവിടെയും ഇവിടെയും കാണാം. അപ്പം ഞാനൊക്കെ എത്ര ദിവസങ്ങൾ കൂടുന്ന സമയത്താണ് വരുന്നത്, നിരന്തരം വീഡിയോസ് ഡെയിലി പടപടപടേന്ന് വീഡിയോ. ഇന്നൊക്കെ അവരുടെയൊക്കെ ബോഡി ലാംഗ്വേജ് ഇങ്ങനെയായിരിക്കും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ വീണ്ടും ആ സ്ത്രീക്ക്, അവർക്ക് അസുഖം ഉണ്ടോ എന്നുള്ളത് അറിയില്ല നമുക്ക്, ആ സ്ത്രീക്ക് വീണ്ടും തെറി വാങ്ങിക്കൊടുക്കാനും എന്താ പറയുക, അവരെ വീണ്ടും ആൾക്കാർ അറഞ്ചം പുറഞ്ചം സോ കോൾഡ് പറയട്ടെ എന്നുള്ള രീതിയിൽ ഓരോ ത്രെഡ് ഇട്ട് കൊടുത്തുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ആണ് ഇവരുടെയൊക്കെ വീഡിയോസ് വരുന്നത്.
ഭയങ്കര വിഷമം തോന്നിപ്പോയിട്ടുള്ളൊരു കമൻറ്റ് ബോക്സ് ഉണ്ട്. നമുക്ക് ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുന്നേ ഞാൻ ഈ ഷഫീന ബീവിയുടെ ആ ചാനലിൽ വന്നിട്ടുള്ള വോയിസ് ഒന്ന് പുറത്തേക്ക് ഇടാം. ഷഫീന പറയുന്നത് അവർ 2 ദിവസം എടുത്തു ഈ ഒരു കാര്യം ഡൈജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ തോന്നി എനിക്ക് പറഞ്ഞ പോലെ കേട്ടോ. എന്തായാലും അവരുടെ ഒരു വോയിസ് അത് കണ്ടതിന് ശേഷം പറയാം. എന്താണ് പരിമലയില ട്രീറ്റ്മെന്റിന് ചേർന്നത്. അപ്പൊ എന്റെ ചേച്ചി അവിടെ വർക്ക് ചെയ്യുന്നു. അപ്പൊ അന്ന് ചെയ്യുന്ന നമ്മുടെ അതിലിനൊക്കെ അറിയാലോ. അത് പരിമല ഹോസ്പിറ്റലില്ലേ, മറ്റേ പരിമല ഹോസ്പിറ്റലില്ലേ, പരിമലയിൽ ആ ഒരു ഹോസ്പിറ്റലല്ലേ ഉള്ളത്, പരിമല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റല്. അവിടെ അന്വേഷിച്ചറിയാൻ പറ്റി ഇത് ഒറിജിനൽ ഇതാണ്. അത് ദുബായിൽ വെച്ചിട്ട് പുള്ളിക്കാരി ഒരു ഇതിൽ ചെന്നപ്പോ അവിടെ വെച്ച് ഇതായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെന്റിന് വന്നത്. മറ്റേ അബ്ദുൾ ബ്ലോക്സ് ഇല്ലേ, അവന് അറിഞ്ഞത് ഞാൻ നേരത്തൊക്കെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്തില്ല. അവരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഒരാഴ്ച. ഇല്ല, ആരും വീഡിയോ ഇട്ടിട്ടില്ല. പക്ഷെ അവരെല്ലാരും അവൻ അറിഞ്ഞായിരുന്നു. ദുബായിൽ വെച്ച് ഈ സംഭവം അവർക്ക് എന്തോ ഒരു സംഭവമായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയായിരുന്നു. അവിടെ നിന്നാണ് പിന്നെ ഇവിടേക്ക് വന്ന് ഞാൻ ആ ചിത്താക്ക് മെസ്സേജ് ഇട്ടതിന്റെ തലേ ദിവസമായിരുന്നു പെറ്റ് സ്കാനിങ്ങിന് വേണ്ടിയിട്ട് വന്നത്. അന്നാണ് കൺഫേം ആയത്. അതാണ് ഞങ്ങൾക്ക് ആളിനെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ ഇത് കേട്ടപ്പോ ഒരു ചെറിയത്, അന്നത്തെ അഹങ്കാരത്തിനൊരു കുറവുമില്ല ഇപ്പോഴും. ഞാൻ 2-3 വട്ടം ചെയ്യില്ലേ. ഇപ്പോൾ ഇവർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആളിന് ഇഷ്ടമായിരുന്നു പക്ഷേ ഇത് കേട്ട സമയത്ത് പിന്നെ അഹങ്കാരത്തിന് കുറവില്ല. നമ്മൾ അവരെന്ത് അവസ്ഥയിലൂടെയാണ് കടന്നു പോയിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ അറിയില്ല. ഇപ്പം ഞാൻ ഇപ്പം എൻ്റെ അച്ഛൻ്റെ ഒരു കേസ് ഉണ്ട് കേട്ടോ, ഞാൻ കൂട്ടത്തിൽ പറയല്ല. അച്ഛനൊരു അസുഖം ഉണ്ടായിരുന്നു. ആ അസുഖം അങ്ങനെയാണെന്ന് അറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നൊരു അച്ഛനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. കാരണം ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന് കണ്ടിട്ട് അതിനെ ഫൈറ്റ് ചെയ്ത് നിന്നുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിനെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ കമ്പയർ ചെയ്യല്ല കേട്ടോ, ഇവരെന്താണെന്നുള്ളത് എനിക്കറിയില്ല. ഒരുപക്ഷെ ചിലപ്പോൾ ഈ രേണുസുതി ഇത്രത്തോളം ഇങ്ങനെ അറിഞ്ഞതിന് ശേഷം അവർ കരയാന്ന് ഉദ്ദേശിച്ച് അവർ തകർന്നു പോയതിന് ശേഷം അവർ രണ്ടും കൽപ്പിച്ച് എനിക്ക് ട്രീറ്റ്മെൻറ്റിന് പൈസ വേണം എന്നുള്ള കാരണം കൊണ്ടാണോ അങ്ങനെയൊക്കെ ചെയ്യണമെന്ന് അറിയില്ല നമുക്ക്. അവർക്ക് വേറെ എന്ത് മാർഗ്ഗമാണുള്ളതെന്ന് എനിക്കറിയില്ല. അവർ എത്ര പേര് സഹായിക്കില്ല എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ് കണ്ടു. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ രേണുവിനെ സ്നേഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർ ഒരുപാട് പേരുണ്ട് കേട്ടോ. ഈ ഹെയ്റ്റും കൊണ്ട് നടക്കുന്നവരുണ്ടെന്നല്ല, ഇല്ല എന്നല്ല, ഒരുപാടുണ്ട്. പക്ഷേ അതിനേക്കാളും അല്ല, സ്നേഹിക്കുന്നവരുണ്ട്. പക്ഷേ ഒരു പക്ഷേ ചിലപ്പോൾ എങ്ങനെ ജീവിക്കും എന്നുള്ളത് അറിയാത്തത് കൊണ്ടായിരിക്കുമെന്ന് എനിക്കെന്താ വെച്ചാൽ ഞാൻ ഈ രീതിയിൽ പറയാൻ കാരണം എന്താ പറയുക, ഞാൻ ഇതിനൊക്കെ എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മനുഷ്യത്വപരമായിട്ട് ഞാൻ ചിന്തിക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് തെറി പറയാൻ തോന്നുമായിരിക്കാം, പക്ഷെ ഞാൻ ഇങ്ങനെയാണ്. നമുക്കും ഈ പറഞ്ഞ പോലെ രേണുവില്ല ഇത് എന്ന് വെച്ചാൽ ചെറിയ കാര്യങ്ങൾ പോലെ ഡെയിലി ഓരോ കോണ്ടൻറ്റ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കണമെങ്കിൽ തിരക്കിടില്ല. അനാവശ്യമായിട്ടുള്ള തംബ്നെയിലുകളും ഒരിക്കലും നടക്കാത്ത രീതിയിലുള്ള തംബ്നെയിലുകൾ വെച്ചിട്ട് വരുന്ന വീഡിയോസാണ് 1.5-2 ലക്ഷം ആൾക്കാർ കാണുക. അപ്പോൾ ഇത് അത്രയും ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അത്രയും മോശം തംബ്നെയിൽസ്. എന്നിട്ട് പല കാര്യങ്ങളും സിറ്റുവേഷൻസും ഒപ്പിച്ചിട്ട് പഴയ വീഡിയോസൊക്കെ കൊണ്ടുവന്നിട്ട് ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കിയിട്ട് മുന്നോട്ട് പോവുക. അപ്പം എനിക്ക് ചെറിയ സംശയം, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ആരെക്കുറിച്ചാണോ പറഞ്ഞത് അവർക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന പറയുന്ന സമയത്ത് എന്താവും. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയൊന്നും രേണുവിനെ പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ എന്നിട്ട് കൂടി എനിക്ക് ഭയങ്കര ഒരു കുറ്റബോധം തോന്നുക, എനിക്ക് വിഷമം തോന്നിപ്പോവുക. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടും ഉണ്ടാതിരിക്കുന്നവർ ഷെഫീനത് അറിഞ്ഞ സമയത്ത് തന്നെ പുറത്തു വിട്ടു തോന്നുന്നുണ്ട്. പക്ഷെ ഒരാഴ്ചയായിട്ട് ഇത് കാര്യങ്ങൾ പല ആൾക്കാർക്കും അറിയാം. എന്നിട്ടും അവരൊക്കെ ഈ വിഷയത്തിൽ വീഡിയോസ് ചെയ്തിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആണല്ലേ, പുള്ളിക്കാരിക്കിട്ട് ഞാനിപ്പോ ലേറ്റസ്റ്റ് ഒരു വീഡിയോ കണ്ടത് ഞാന് 2-3 വട്ടം കമന്റ് ടൈപ്പ് ചെയ്തു. എനിക്ക് വാട്സപ്പിൽ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ട്. മറ്റേ അതിലിന്റെ ഒരു വോയിസ് ആണ് ഞാൻ അങ്ങോട്ടേക്ക് കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാനത് നേരത്തെ അറിഞ്ഞു, കുറച്ച് ദിവസമായി ഞാൻ അറിഞ്ഞിട്ട്. അത് ഇവള് ദുബായിലെങ്ങാണ്ട് വെച്ച് മറ്റേ ബ്രസ്റ്റിൻ്റെ സർജറിക്ക് വേണ്ടിയിട്ട് എന്തോ ചെക്ക് ചെയ്തപ്പോൾ എന്താണ് അറിഞ്ഞത്. ഞാനത് അറിഞ്ഞു കുറച്ച് നാളായി, ഒരാഴ്ച എന്തോ ആയി ഞാൻ അറിഞ്ഞിട്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. ഈ കുട്ടിയുടെ ദുബായ് നമ്പറിൽ നിന്നാണ്. ഒരാഴ്ചയായിട്ട് ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട്. അത്ര അറിയില്ല. എന്തായാലും ഇതിനിപ്പോൾ ഒരു റിപ്പോർട്ട്സൊക്കെ ആയിട്ട് കൊണ്ടുവന്നാലേ ആൾക്കാർ വിശ്വസിക്കുമോ എന്നുള്ള കാര്യം അറിയില്ല. കാരണം കമൻറ്റ് ബോക്സ് അങ്ങനെയാണ്. അങ്ങനെ ക്യാൻസർ ഉള്ളൊരു കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യില്ല. കാരണം ക്യാൻസർ ഉണ്ടെന്നറിയുമ്പോൾ തന്നെ മനസ്സിലാകും ആ പേഴ്സൺ തകർന്നു പോകും. തകർന്നു പോയതിനു ശേഷം റിക്കവർ ചെയ്തിട്ട് ഇങ്ങനെ വന്നതാണെന്നുള്ളത് നമുക്കും അറിയില്ല. അവൾക്ക് ഇനിയും ഇതിൻ്റെ പേരിൽ ഫണ്ട് വരണം, അതിനുള്ള കളിയാണ്. അല്ലെങ്കിൽ സഹതാപം പിടിച്ച് ഇനിയും ഉദ്ഘാടനം പ്രൊമോഷൻസൊക്കെ
ആളുകൾ കൊടുക്കണം. രേണു ആരാ മോള്, കാഞ്ഞ വക്രബുദ്ധിയാണ്, അല്ലെങ്കിൽ ഇങ്ങനൊരു കാര്യം അറിയുമ്പോൾ എങ്കിലും നെകളിപ്പുർ നിർത്തില്ലേ എന്ന്. ശരിയാണ്, അവർ പിന്നെ അതിനനുസരിച്ച് തന്നെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് വീഡിയോസ് 21 വയസ്സിന് ഞാൻ അങ്ങനെ ആലോചിച്ച് തലേ കയ്യച്ചിരുന്നു പോയി. എന്തൊക്കെ വർത്താനം, 21 വയസ്സിൽ തന്നെ കല്യാണം കഴിക്കുന്നൊക്കെ പറഞ്ഞത്, മകൻ്റെ പ്രായമുള്ള ഒരുത്തൻ അവിടെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചിന്തിച്ചു. പക്ഷെ ഇതൊന്നും ഞാൻ പബ്ലിക്കിൽ ഒന്നും പറഞ്ഞില്ല. 19ാമത്തെ അടവാവും പ്രൂഫില്ലാതെ വിശ്വസിക്കരുതെന്ന്. അങ്ങനെയുള്ള അസുഖത്തെ തൊട്ട് പടച്ചോൻ കാക്കട്ടെ നമ്മളെല്ലാവരും. കറക്റ്റ്. ഇനി ഒരിക്കലും ആരും വിശ്വസിക്കരുത് അടുത്ത ദുബായ് യാത്ര പോകാനുള്ള അടുത്ത അടവാണെന്ന്. ഇത് സത്യമാണെങ്കിൽ വലിയൊരു പാഠമുണ്ട്. നേർവഴിക്ക് സമ്പാദിക്കാത്തൊക്കെ ഇങ്ങനെ പോകും. ഇത് അവരുടെ അടുത്ത അടവാണ്. വരാനിരിക്കുന്നതേ ഉള്ളൂ, ഒന്നുമായിട്ടില്ല, എയ്ഡ്സ് വരെ പിടിക്കുന്നു. സിനി സെബാസ്റ്റ്യൻ്റെ കമൻ്റാണത്. ഒന്നും പറയാനില്ല. കേട്ട വാർത്ത സത്യമല്ലാതിരിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. ദാറ്റ്സ് ഇറ്റ്.